ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷനെ കുറിച്ചാണ്. അതായത് ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ കണ്ടിട്ട് കുറേ പേർക്ക് കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് കുറേ പേര് കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാവോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഞാൻ പഠിച്ച ഒരു കോഴ്സാണ് MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ. അതിൻ്റെ ബേസിസിലാണ് ഞാൻ UAE വന്നതും ഇവിടെ UAE ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടത്. പക്ഷേ കുറേ പേർക്ക് ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും കുറേ പേര് ഇതിൻ്റെ അകത്ത് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യമേ തന്നെ ഈ കോഴ്സിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതെന്ന് പറയുന്നത് കോഴ്സിൻ്റെ പേര് MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്നാണ്. ഇത് കേരളത്തിലെ ഒരേ ഒരു കോളേജിൽ മാത്രമേ ഉള്ളൂ ഈ MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു PG കോഴ്സാണ്. 2 വർഷത്തെയാണ് കോഴ്സ് എന്ന് പറയുന്നത്. 4 സെമ്മാണ് വരുന്നത്. ഇത് അതായത് ഈ കോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് ഒരു ഡിഗ്രിയാണ്. അതും എനി ഡിഗ്രിയാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെന്ന് പറയുന്നത്, അതായത് ഈ കോഴ്സ് പഠിച്ച് നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഫീൽഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലായിരിക്കും. ഹോസ്പിറ്റലിൽ മെഡിക്കൽ റെക്കോർഡ്സിലായിരിക്കും നമ്മുടെ വർക്ക് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും, അതായത് ഹോസ്പിറ്റലിലെ മെഡിക്കൽ പരമായിട്ടുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ആ ഒരു ഫീൽഡിലും ആയിരിക്കും നമുക്ക് ജോലി കിട്ടാനായിട്ട് പോകുന്നത്. ഇനി ഈ കോഴ്സ് എന്ന് പറയുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതും MG യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് ചോദിച്ച കുറേ ഡൗട്ടാണ്. അതിൽ ഒരു ഡൗട്ടാണ്, ഈ കോഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്, അതായത് PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സാണോ എന്നുള്ളത്. അതായത് നമ്മുടെ ഈ കോഴ്സ് എന്ന് പറയുന്നത് PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. നമുക്ക് ഗവൺമെൻറ്റിൽ നമ്മുടെ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് MRL എന്ന് പറയുന്ന പോസ്റ്റാണ്. അതായത് മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ എന്ന് പറയുന്ന പോസ്റ്റിലോട്ടായിരിക്കും PSC എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് MRL എന്ന് പറയുന്ന PSC എക്സാം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കമൻറ്റിൽ വന്നിരുന്ന മറ്റൊരു ചോദ്യമായിരുന്നു, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ എന്തായിരിക്കും, അതായത് നോർമൽ ഹോസ്പിറ്റലുകളിൽ നമ്മുടെ പൊസിഷൻ എന്തായിരിക്കും എന്നുള്ളത്. നമുക്ക് കുറേ അധികം പൊസിഷൻ ഉണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ, മെഡിക്കൽ റെക്കോർഡ് ടെക്നീഷ്യൻ, മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്, അങ്ങനെയുള്ള പൊസിഷനാണ് നമുക്ക് മെയിനായിട്ടും വരുന്നത്. ഗൈസ്, ഈ കോഴ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൃത്യസമയമാണ്. അതായത് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് മെയ് 25-ാം തീയതി ആയിരിക്കും. അതുപോലെ തന്നെ മെയ് 31-ാം തീയതി വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അതായത് മെയ് 31-ാം തീയതിക്കുള്ളിൽ നമ്മൾ ഈ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. അതായത് നമ്മൾ 2 സൈറ്റിൽ കയറി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ സൈറ്റും, രണ്ടെന്ന് പറയുന്നത് CPASൻ്റെ സൈറ്റും. ഈ 2 സൈറ്റ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈറ്റിൽ കയറി ഈ കോഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഓൺലൈനായിട്ട് നമ്മൾ ഈ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോംസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഫിസിക്കലായിട്ട് നമ്മൾ പോസ്റ്റൽ മുഖേന നമ്മുടെ കോളേജിലോട്ട് ഇത് അയക്കണം. അയച്ചതിന് ശേഷം ഏകദേശം ഒരു ജൂലൈ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമ്മളെ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവർ വിളിക്കുന്നതായിരിക്കും. അതിന് ശേഷമാണ് നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജൂലൈയിൽ അവർ നമ്മളെ അഡ്മിഷന് വേണ്ടിയിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഓഗസ്റ്റ് ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ കോഴ്സിന് എത്ര രൂപ എമൗണ്ട് ആവും എന്നതിനെക്കുറിച്ച് പറയാം. ഏകദേശം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 ലക്ഷം രൂപ അടുപ്പിച്ച് ഏകദേശം എമൗണ്ട് വരും. കാരണം നമുക്ക് സെം ഫീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 30-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് 4 സെമ്മുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് 4 സെമ്മിലും നമുക്ക് ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 ലക്ഷത്തിനുള്ളിൽ നമുക്ക് എമൗണ്ട് വരുന്നതായിരിക്കും. ഈ MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത് എന്തൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കും വരുന്നത്. അതിൽ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അതായത് അനാട്ടമി, ഫിസിയോളജി, പതോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി പോലുള്ള കുറേ മെഡിക്കൽ പരമായിട്ടുള്ള കുറേ സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് രീതിയിലുള്ള സബ്ജക്റ്റുകളും വരുന്നുണ്ട്. അതായത് കോഡിങ്ങും പിന്നെ HIM അങ്ങനെയുള്ള സബ്ജക്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ബേസിക് ആയിട്ട് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്കത് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതായത് മിനിമം +2 എങ്കിലും നമ്മൾ സയൻസ് ആയിരിക്കണം. അതായത് ഈ കോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. അതായത് എനി ഡിഗ്രിയാണ് ഈ കോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നമുക്ക് ഈ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഞാൻ പഠിച്ചത് BA ലിറ്ററേച്ചർ ആയിരുന്നു. പക്ഷേ BA ലിറ്ററേച്ചർ വെച്ചിട്ടാണ് ഞാൻ MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. കാരണം നമുക്ക് ഈ
മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഞാൻ പ്ലസ് ടു സയൻസ് ആയതുകൊണ്ട് പിടിച്ചു നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും മെഡിക്കൽ പരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഗൈസ്, MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും തന്നെ പോയി ജസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് 10, +2, പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ആ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം വെബ്സൈറ്റിൽ കയറി എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണോ അതെല്ലാം തന്നെ കളക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ അതായത് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതെങ്കിലും വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.